ഹലോ എല്ലാവർക്കും നമ്മുടെ ഇലാ ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഹൈബ്രിഡ് വെറൈറ്റി ബോഗൺവില്ല പ്ലാന്റ്സ് തന്നെയാണ് നമ്മളിന്ന് സെയിലിനായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞോട്ടെ. ഈ കാര്യങ്ങൾ നിങ്ങൾ കേട്ടതിന് ശേഷം മാത്രം പ്ലാന്റ്സ് ഓർഡർ ചെയ്യാൻ ശ്രമിക്കുക. കാരണം വേറൊന്നുമല്ല, കൊറിയർ കിട്ടിയ ഉടനെ തന്നെ നിങ്ങൾ പോട്ട് ചെയ്യാൻ ശ്രമിക്കുക. കാരണം കൊറിയർ കിട്ടി 2 ദിവസമൊക്കെ കഴിഞ്ഞ് പോട്ട് ചെയ്ത് കഴിഞ്ഞാൽ പ്ലാന്റ് കംപ്ലൈൻ്റ് ആയി പോകും. അതുകൊണ്ട് കൊറിയർ കിട്ടിയ ഉടനെ തന്നെ പോട്ട് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ വെയിലില്ലാതെ തണലത്ത് വെച്ചിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് ശേഷം മാത്രം വെയിലത്തോട്ട് വെക്കുക പ്ലാന്റ്സ്. പിന്നെ അഡ്രസ്സ് നിങ്ങൾ തരുമ്പോഴത്തേക്കും ഞാൻ അഡ്രസ്സ് എഴുതിയതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് ഒന്നും കൂടി അഡ്രസ്സ് ഫോർവേഡ് ചെയ്ത് തരും, ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി. കാരണം എനിക്കാണെങ്കിലും നിങ്ങൾക്കാണെങ്കിലും എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റാം. അഡ്രസ്സിൽ ചിലപ്പോൾ പിൻ നമ്പറിൽ വല്ല മിസ്റ്റേക്കോ അങ്ങനെ എന്തെങ്കിലും പറ്റാവുന്നതുകൊണ്ടാണ് ഞാൻ തിരിച്ച് പ്ലീസ് ചെക്ക് എന്ന് പറഞ്ഞിട്ട് ഞാൻ തിരിച്ച് നിങ്ങൾക്ക് അയച്ചു തരുന്നത്. അപ്പോൾ അഡ്രസ്സ് ഒന്നുകൂടി ചെക്ക് ചെയ്യുക. പിന്നെ ഫോൺ നമ്പർ 2 ഫോൺ നമ്പർ തരാൻ ശ്രമിക്കുക. കാരണം ചില കസ്റ്റമറിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കുറച്ച് പ്ലാന്റ് കംപ്ലൈൻ്റ് ആയിപ്പോയി. DTDCക്കാർ അത് ഹോൾഡ് ചെയ്ത് വെച്ചു. അത് കഴിഞ്ഞ് ഒരു 4 ദിവസം 5 ദിവസം കഴിഞ്ഞപ്പോഴാണ് കസ്റ്റമറിൻ്റെ കയ്യിൽ പ്ലാന്റ് കിട്ടുന്നത്. കസ്റ്റമറിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ 2 നമ്പർ തരാൻ ശ്രമിക്കുക. പിന്നെ നമ്മൾ കേരളത്തിനകത്ത് എവിടെയാണെങ്കിലും നമ്മൾ ഇന്ന് കൊറിയർ അയക്കുവാണെങ്കിൽ നാളെ കിട്ടും. കണ്ണൂർ മാത്രമാണ് നമുക്ക് ഒരു ദിവസം കൂടി ഡിലേ വരുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ കൊറിയർ അയച്ചിട്ട് നാളെ നിങ്ങൾക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വൈകിട്ട് തന്നെ എന്നെ ഇൻഫോം ചെയ്യാൻ മറക്കരുത്. കാരണം നമുക്കറിയാൻ പറ്റില്ല, 2 ദിവസം 3 ദിവസമൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും ചില കസ്റ്റമർ നമ്മളോട് പറയുന്നത് പ്ലാന്റ് കിട്ടിയില്ല എന്ന്. അപ്പോഴത്തേക്കും പ്ലാന്റ് കംപ്ലൈൻ്റ് ആയി പോയിട്ടുണ്ടാകും. അപ്പോൾ എല്ലാവരും അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് മാത്രം പ്ലാന്റ്സ് ഓർഡർ ചെയ്യുക. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പ്ലാന്റ് വന്നിട്ട് ഈ ഒരു വെറൈറ്റിയാണ്. ഇത് നമ്മുടെ ചില്ലി ഓറഞ്ച് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. ഈ ഒരു സൈസ് പ്ലാന്റ് ആയിരിക്കും. ചില്ലി ഓറഞ്ചിൻ്റെ പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നത് 200 ആണ് റേറ്റ് വരുന്നത്. നെക്സ്റ്റ് വരുന്നത് നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റി തന്നെയാണ്. നമ്മുടെ റൂബി റെഡിൻ്റെ പ്ലാന്റ് ആണ്. നല്ലൊരു ബീട്രൂട്ട് ഷെയ്ഡാണ് വരുന്നത്. നല്ല ബീട്രൂട്ടൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കളയുമ്പോൾ ആ ഒരു കളറില്ലേ, നല്ല കളറാണ് വരുന്നത്. ആ ഒരു ഷെയ്ഡാണ് ഈ ഒരു പ്ലാന്റിന് വരുന്നത്. ഇത് ചെറിയ പ്ലാന്റ് അല്ല, ഈ ഒരു സൈസ് പ്ലാന്റാണ് നമ്മൾ കൊടുക്കുന്നത്. വലിയ പ്ലാന്റാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ അത്യാവശ്യം വലിയ പ്ലാന്റ് തന്നെയാണ്. നല്ല കളറുള്ള വെറൈറ്റിയാണ്. നല്ല ഫ്ലവർ അത്യാവശ്യം വന്ന് തുടങ്ങിയിട്ടുണ്ട്. ചില പ്ലാന്റ്സിന് ഫ്ലവർ കുറവാണ്. ചിലപ്പോൾ നിങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോഴായിരിക്കും കൂടുതലും ഫ്ലവർ ഇടുന്നത്. അപ്പോൾ ചെറിയ ചെറിയ മുട്ടുകളാണ്. ചില സമയത്ത് നിങ്ങൾക്ക് ഞാൻ അയച്ചു തരുമ്പോഴത്തേക്കും പ്ലാന്റിന് ഫ്ലവർ ഓൾറെഡി കൊഴിഞ്ഞിട്ടുണ്ടാവും. എന്നാലും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെ നമ്മൾ അയച്ചു തരാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ടോ, ഇത് റൂബി റെഡിൻ്റെ പ്ലാന്റ് തന്നെയാണ്. ഇതിൽ ഫ്ലവർ വന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ ചിലപ്പോൾ നല്ല ബുഷായിട്ടുള്ള പ്ലാന്റാണ്. ഈ ഒരു സൈസൊക്കെ ആയിരിക്കും പ്ലാന്റ് സൈസ് വരുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കിട്ടിയതിന് ശേഷമായിരിക്കും ഇതിന് ചിലപ്പോൾ കൂടുതലും ഫ്ലവർ ഇടുന്നത്. കണ്ടോ, ഇതിന് അത്യാവശ്യം ഫ്ലവർ ഉണ്ട്. അപ്പോൾ ഇതിൽ ഫ്ലവർ വന്ന് തുടങ്ങുന്നതേ ഉള്ളൂ. നെക്സ്റ്റ് വരുന്ന വെറൈറ്റി ഈ ഒരു പ്ലാന്റ് ആണ്. ഇത് നല്ല ഭംഗിയുള്ള വെറൈറ്റി തന്നെയാണ്. പ്രൈസ് ഞാൻ മുകളിൽ കൊടുത്തേക്കാം കേട്ടോ. കാരണം പ്രൈസ് ഞാൻ നോക്കിയില്ലായിരുന്നു. അപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്യാൻ നേരത്തെ പ്രൈസ് ഞാൻ നോക്കിയില്ലായിരുന്നു. അപ്പോൾ പ്രൈസ് എല്ലാത്തിൻ്റെ ഞാൻ ഈ പ്ലാന്റ്സിൻ്റെ മേളിൽ ഞാൻ പ്രൈസ് കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങളൊന്ന് ചെക്ക് ചെയ്താൽ മതി. ഇത് നല്ല ഭംഗിയുള്ളൊരു ഗ്രീൻ ആപ്പിൾ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. നല്ല രസമുള്ളൊരു വെറൈറ്റിയാണ്. ഇതിൻ്റെ ഈ ഒരു സൈസ് പ്ലാന്റാണ് നമ്മൾ കൊടുക്കുന്നത്. അത്യാവശ്യം വലിയ പ്ലാന്റ് തന്നെയാണ്. അപ്പോൾ കണ്ടോ, ഇത്രയും നല്ല ഭംഗിയുള്ള പ്ലാന്റ്. ഇതിൻ്റെ ഫ്ലവർ കാണാൻ നല്ല ഭംഗിയാണ്. കണ്ടോ, ചെറിയ ചെറിയ ഫ്ലവറൊക്കെ ഇടുന്നുണ്ട്. ഇത് മോളിൽ നിന്ന് ഇപ്പോൾ 2-3 ഇത് കട്ട് ചെയ്ത് മാറ്റിയായിരുന്നു. കട്ട് ചെയ്ത സ്ഥലത്ത് നിന്ന് പുതിയ തളിർപ്പ് വന്നിട്ട് അതിൽ നിറയെ ഫ്ലവർ ഇടുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ കട്ടായി പോയിട്ടുണ്ടെങ്കിലോ മറ്റോ നമ്മൾ ആ ഒരു സൈഡ് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇതുപോലെ നന്നായിട്ട് കണ്ടോ ചെറിയ ഫ്ലവർ വരെ വരുന്നുണ്ട്. ചെറുതായിട്ട് നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തതാണ്, നടുക്കുന്ന ബുഷായിട്ട് നിൽക്കാൻ വേണ്ടി. കണ്ടോ, ഇതുപോലെ കട്ട് ചെയ്ത് കൊടുത്തതാണ്. അപ്പോൾ നിറയെ ഫ്ലവർ ഇടുന്നുണ്ട്. ബോഗൺവില്ല പ്ലാന്റ്സ് നമ്മൾ ചെറുതായിട്ട് അവിടെ ഇവിടെയൊക്കെ കട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ആ സൈഡിൽ നിന്നൊക്കെ നന്നായിട്ട് ഫ്ലവർ ഇടും. അപ്പോൾ ഈ ഒരു സൈസ് പ്ലാന്റാണ് നമ്മൾ ഈ ഒരു ഗ്രീൻ ആപ്പിളിൻ്റെ പ്ലാന്റ് കൊടുക്കുന്നത്. കണ്ടോ, ഗ്രീൻ ആപ്പിളിൻ്റെ ഫ്ലവറാണ്. ഈ ഒരു പ്ലാന്റ് ഞാൻ എൻ്റെ കളക്ഷനിലോട്ട് മാറ്റി വെച്ചതായിരുന്നു. കണ്ടോ, ഇത്രയും നല്ല രസമായിട്ടാണ്. പണ്ടത്തെ ബൊക്ക പോലെയൊക്കെയാണ്. ക്രിസ്ത്യൻസിൻ്റെ ബൊക്ക ഉണ്ടല്ലോ, അത് നമ്മൾ കല്യാണത്തിനൊക്കെ വയ്ക്കുന്നത്, അതുപോലെയാണ് ഈ ഒരു ഫ്ലവർ വന്നിരിക്കുന്നത്. നല്ല രസമുള്ള വെറൈറ്റിയാണ്. 500 ആണ് റേറ്റ് വരുന്നത്. ഇതിൻ്റെ ചെറിയ പ്ലാന്റ്സ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ്. ഈ ഒരു സൈസ് പ്ലാന്റാണ് നമ്മൾ കൊടുക്കുന്നത്. 250 ആണ് റേറ്റ് വരുന്നത്. ഇത് സ്റ്റെം ഇങ്ങനെ കട്ട് ചെയ്ത് പിടിപ്പിച്ചിരിക്കുന്ന പ്ലാന്റാണ്. അപ്പോൾ ഈ ഒരു സൈസ് പ്ലാന്റിന് റേറ്റ് വരുന്നത് 250 ആണ്. അപ്പോൾ ഈ ഒരു സൈസ് പ്ലാന്റാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ആരും മറക്കരുത്. DTDC വിളിച്ചാൽ ഫോൺ എടുക്കണം. 2 നമ്പർ തരാൻ ശ്രമിക്കുക. പിന്നെ നമ്മൾ കൊറിയർ അയക്കുന്നത് DTDC വഴി തന്നെയായിരിക്കും. പെറ്റ് സർവീസ് അവൈലബിൾ ആണ്. വേണമെന്നുള്ളവർക്ക് അങ്ങനെ നമ്മൾ അയച്ചു തരുന്നതായിരിക്കും. പിന്നെ വരുന്നത് ബ്യൂട്ടി വൈറ്റിൻ്റെ പ്ലാന്റ് ആണ്. ഈ ഒരു സൈസ് പ്ലാന്റ് ആണ് ബ്യൂട്ടി വൈറ്റിൻ്റെ പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നത്. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ്. ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ് ആയിരിക്കും.
ഇതിൻ്റെ ഇത് ടോർച്ച് വെറൈറ്റി പോലെ തന്നെയാണ്. ഈ ഒരു ഇങ്ങനെ മുകളിലോട്ട് ഇങ്ങനെ നന്നായിട്ട് ഫ്ലവർ ഉണ്ടാവും. കണ്ടോ, ഇതിൻ്റെ ഫ്ലവറൊക്കെ വന്ന് കൊഴിഞ്ഞു പോയതാണ്. പിന്നീടും അതുപോലെ തന്നെ നന്നായിട്ട് ഫ്ലവർ വരുന്നുണ്ട്. നല്ല വൈറ്റ് ഷെയ്ഡായിരിക്കും. ഫസ്റ്റ് ഒരു ഗ്രീൻ ഷെയ്ഡിൽ പിന്നെ വൈറ്റ് ഷെയ്ഡിലോട്ട് വരും. 200 ആണ് റേറ്റ് വരുന്നത്. നെക്സ്റ്റ് വരുന്നത് ഈ ഒരു പ്ലാന്റ് ആണ്. ചില്ലി റെഡിൻ്റെ സൈസുള്ള പ്ലാന്റ് ആണ്, ചെറിയ പ്ലാന്റ് അല്ല. ഈ ഒരു വലിപ്പം വരുന്ന പ്ലാന്റ് ആണ്. നന്നായിട്ട് ഫ്ലവർ ഇട്ട് നിൽക്കുന്ന വെറൈറ്റിയാണ്. ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റാണ് നമ്മൾ കൊടുക്കുന്നത്. ഇതൊക്കെ കുറച്ച് ബുഷായിട്ട് നിൽക്കാൻ വേണ്ടി, കോല് പോലെ പോയതുകൊണ്ട് കുറച്ച് ബുഷായിട്ട് നിൽക്കാൻ വേണ്ടി കുറച്ച് കട്ട് ചെയ്തായിരുന്നു ഇവിടെ നിന്നൊക്കെ. അപ്പോൾ ഈ കട്ട് ചെയ്ത ഭാഗത്തുനിന്ന് തളിർപ്പ് വന്ന് നല്ല ഭംഗിയായിട്ട് ബുഷായിട്ട് വരും. അപ്പോൾ ഈ ഒരു സൈസ് പ്ലാന്റൊക്കെ ആയിരിക്കും. കണ്ടോ, ഇതിൽ തന്നെ ചെറിയൊരു തളിർപ്പിൽ തന്നെ ഫ്ലവർ വരുന്നുണ്ട് ഓൾറെഡി. അപ്പോൾ ഈ ഒരു സൈസ് പ്ലാന്റ് ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത്. ഈ ഒരു സൈസ് തന്നെ ആയിരിക്കും. അപ്പോൾ നല്ല റെഡ് ഷെയ്ഡാണ് ഈ ഒരു വെറൈറ്റിക്ക് വരുന്നത്. അപ്പോൾ ഫ്ലവർ കാണിച്ചു തരാം. ഞങ്ങൾക്ക് ഇതുണ്ടോ, ഫ്ലവറാണ്. നല്ല റെഡ് ഷെയ്ഡ് തന്നെയാണ് ഈ ഒരു വെറൈറ്റിക്ക് വരുന്നത്. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന സൈസ് ഈ ഒരു സൈസൊക്കെ ആയിരിക്കും. അപ്പോൾ വേണ്ടവർ ഈ ഒരു പ്ലാന്റിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തന്നാൽ മതി. നെക്സ്റ്റ് വരുന്നത് ഈ ഒരു വെറൈറ്റിയാണ്. ഇത് നമ്മുടെ ഹവായ് വൈറ്റ് എന്ന് പറഞ്ഞ പ്ലാന്റാണ്. ഇത് ചെറിയ പ്ലാന്റാണ് കേട്ടോ, അത്ര വലിയ പ്ലാന്റ് ഒന്നുമല്ല. ഈ ഒരു സൈസേ ഉള്ളൂ പ്ലാന്റ്. നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് എങ്ങനെയാണെന്ന് അറിയില്ല, ഞാൻ എടുത്ത് പറയുകയാണ്. അത്ര വലിയ പ്ലാന്റ് അല്ല, ഈ ഒരു സൈസ് പ്ലാന്റാണ്. ഈ ഒരു സൈസ് പ്ലാന്റിന് നമ്മൾ റേറ്റ് വരുന്നത് 350 ആണ് റേറ്റ് വരുന്നത്. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു പ്ലാന്റിൻ്റെ വലിയ പ്ലാന്റിനൊക്കെ നല്ല റേറ്റ് ഉണ്ട് ഈ ഒരു വെറൈറ്റിക്ക്. അപ്പോൾ നമ്മൾ ഈ ഒരു സൈസ് പ്ലാന്റ് 350ക്കാണ് കൊടുക്കുന്നത്. ഈ പ്ലാന്റ് വേണ്ടവർ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരാം. അപ്പോൾ നമ്മൾ പേയ്മെൻറ്റ് വരുന്നത് ഗൂഗിൾ പേയും അക്കൗണ്ട് ട്രാൻസാക്ഷനുമാണ്. ഓർഡർ കൺഫേം ആണെങ്കിൽ പേയ്മെൻറ്റ് ചെയ്തിട്ട് പേയ്മെൻറ്റിൻ്റെ ഡീറ്റെയിൽ അയച്ചു തരുമ്പോൾ പേയ്മെൻറ്റ് ചെയ്തിട്ട് പേയ്മെൻറ്റിൻ്റെ സ്ക്രീൻഷോട്ടും അതുപോലെ നിങ്ങളുടെ ഫുൾ അഡ്രസ്സും ഫോൺ നമ്പറും കൂടി അയച്ചു തരാൻ ശ്രമിക്കുക. നമ്മൾ പ്ലാൻസ് ഹോൾഡ് ചെയ്ത് വെക്കില്ല. നെക്സ്റ്റ് വരുന്നത് ഈ ഒരു വെറൈറ്റിയാണ്. നമ്മുടെ ഗോൾഡൻ സൺഷൈൻ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. നല്ലൊരു യെല്ലോ ഷെയ്ഡും അതുപോലെ തന്നെ കുറേ ഷെയ്ഡ്സ് ഇങ്ങനെ ഒരുമിച്ച് വരുന്നൊരു വെറൈറ്റിയാണ്. അതും നന്നായിട്ട് തന്നെ ഫ്ലവർ വരുന്നൊരു വെറൈറ്റിയാണ്. ഈ ഫ്ലവർ കാണാൻ നല്ല ഭംഗിയാണ്. ഫസ്റ്റ് ഒരു യെല്ലോ ഷെയ്ഡ്, പിന്നെ ഒരു പിങ്ക്, വൈറ്റ്, അങ്ങനെ എല്ലാം കൂടി മിക്സ് ആയിട്ടുള്ളൊരു വെറൈറ്റിയാണിത്. ഗോൾഡൻ സൺഷൈൻ എന്ന് പറഞ്ഞ പ്ലാന്റ്. ഈ ഒരു പ്ലാന്റിന് 500 ആണ് റേറ്റ് വരുന്നത്. അത്യാവശ്യം സൈസുള്ള പ്ലാന്റ് തന്നെയാണ്. ഈ ഒരു സൈസൊക്കെ ആയിരിക്കും പ്ലാന്റ് സൈസ് വരുന്നത്. എല്ലാം ഒരേ സൈസല്ല, ചിലത് വലിയ പ്ലാന്റ് ഉണ്ട്, ചിലത് നിറയെ ഫ്ലവർ ഉള്ളതുണ്ട്, ഫ്ലവർ ഇല്ലാത്തതുണ്ട്, പല സൈസ് ആയിരിക്കും. കണ്ടോ, ഇത് വേറൊരു സൈസാണ്. അപ്പോൾ ഫസ്റ്റ് ഓർഡർ ചെയ്യണവർ നമ്മൾ സൈസുള്ള പ്ലാന്റ് നോക്കി കൊടുത്തു പോകും. നെക്സ്റ്റ് വരുന്നത് ഈ ഒരു വെറൈറ്റിയാണ്. ഇത് നമ്മുടെ ഫയറോപ്പാൽ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. ഫയറോപ്പാൽ നല്ല ഡിമാൻഡുള്ള പ്ലാന്റാണ്. നല്ലൊരു നമ്മുടെ തീയൊക്കെ കത്തുമ്പോഴുള്ള ഒരു കളറിൽ ഒരു നല്ലൊരു യെല്ലോ ഡാർക്ക് ഓറഞ്ച് പോലത്തെ ഒരു കളറില്ലേ, ആ ഒരു കളറാണ് ഈ ഒരു പ്ലാന്റിന് വരുന്നത്, ഫ്ലവറിന് വരുന്നത്. നല്ല രസമുള്ള വെറൈറ്റിയാണ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മളിതിൻ്റെ ചെറിയ കവർ സൈസ് പ്ലാന്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമുക്ക് അവൈലബിൾ അല്ല. ഇപ്പോൾ നമുക്ക് ഈ ഒരു സൈസ് പ്ലാന്റാണ് അവൈലബിൾ ആയിട്ടുള്ളത്. 400 ആണ് റേറ്റ് വരുന്നത്. ഇതുപോലെ നന്നായിട്ട് ബുഷായിട്ട് ഫ്ലവർ ഇടുന്ന വെറൈറ്റി തന്നെയാണ്. 400 ആണ് റേറ്റ് വരുന്നത്. നെക്സ്റ്റ് വരുന്നത് മിസ് വേൾഡ് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. ഇത് നല്ല ഭംഗിയുള്ള പ്ലാന്റ് തന്നെയാണ്. മിസ് വേൾഡിൻ്റെ പ്ലാന്റ് നല്ല രസമുള്ളൊരു വെറൈറ്റിയാണ്. ഇത് നല്ല ഡിമാൻഡുമാണ് ഈ ഒരു വെറൈറ്റിക്ക്. അപ്പോൾ നമ്മൾ ഈ ഒരു സൈസ് പ്ലാന്റാണ് മിസ് വേൾഡിൻ്റെ പ്ലാന്റ് കൊടുക്കുന്നത്. ഈ ഒരു സൈസ് പ്ലാന്റ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരാം. ഇതിൻ്റെ മദർ പ്ലാന്റിൻ്റെ പിക്ക് ഞാൻ കൊടുത്തേക്കാം. കാരണം കുറച്ചും കൂടി ഫ്ലവർ ഇപ്പോൾ വന്ന് തുടങ്ങിയിട്ടുള്ളൂ. കുറച്ചും കൂടി ഫ്ലവർ ഒന്ന് മെച്ചുവേർഡ് ആവും തോറാണ് ആ ഒരു നല്ലൊരു കളർ കയറി വരുന്നത്. അപ്പോൾ ആ ഒരു പ്ലാന്റിൻ്റെ നല്ല കളർ ഞാൻ കാണിച്ചു തരാം. ഞാൻ അതിൻ്റെ മദർ പ്ലാന്റിൻ്റെ പിക്ക് ഞാൻ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഭംഗി മനസ്സിലാവും. നല്ല റേറ്റുള്ള പ്ലാന്റ് തന്നെയാണ് ഈ ഒരു വെറൈറ്റിക്ക്. അപ്പോൾ വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരാം. നെക്സ്റ്റ് പ്ലാന്റ് വന്നിട്ട് ഈ ഒരു വെറൈറ്റിയാണ്. ഇത് നമ്മുടെ ചിത്ര ബാറ്റിക് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. ഈ ഒരു പ്ലാന്റ് നല്ല രസമുള്ള വെറൈറ്റിയാണ്. നല്ല തിക്കായിട്ട് ഫ്ലവർ വരുന്നൊരു പ്ലാന്റ് കൂടിയാണ്. നല്ലൊരു ഓഫ് വൈറ്റ് ഷെയ്ഡാണ് ഈ ഒരു പ്ലാന്റിൻ്റെ ഫ്ലവറിന് വരുന്നത്. അത് സ്റ്റെമ്മൊക്കെ നല്ല കട്ടിയുള്ള സ്റ്റെമ്മാണ്. നല്ല മെച്യൂർഡായ പ്ലാന്റ് തന്നെയാണ്. ഈ ഒരു സൈസ് പ്ലാന്റ് ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത്. ഈ ഒരു സൈസ് പ്ലാന്റിന് 300 ആണ് റേറ്റ് വരുന്നത്. 300 രൂപയാണ് റേറ്റ് വരുന്നത്. അപ്പോൾ വേണ്ടവർ സ്ക്രീൻഷോട്ട് എടുത്ത് എൻ്റെ വാട്സപ്പ് നമ്പറിൽ അയച്ചു തരാം. ഈ ഒരു വലിപ്പം വരുന്ന പ്ലാന്റ്സൊക്കെ തന്നെ ആയിരിക്കും കേട്ടോ ഏകദേശം. അപ്പോൾ നെക്സ്റ്റ് പ്ലാന്റ് ഏതാണെന്ന് നോക്കാം. നെക്സ്റ്റ് പ്ലാന്റ് നമ്മുടെ ചില്ലി യെല്ലോ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. ചില്ലി യെല്ലോൻ്റെ നല്ല ഭംഗിയുള്ള പ്ലാന്റ് തന്നെയാണ്. അത്യാവശ്യം സൈസുള്ള പ്ലാന്റാണ്. ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റാണ് നമ്മളിപ്പോൾ സെയിലിനായിട്ട് റെഡിയാക്കി വെച്ചിരിക്കുന്നത്. അത് നന്നായിട്ട് ഫ്ലവർ വന്നിട്ടുണ്ട് ഈ ഒരു സൈസാണെങ്കിൽ പോലും. ചില്ലി യെല്ലോൻ്റെ പ്ലാന്റൊക്കെ നല്ല റേറ്റ് ഉണ്ട്. മിക്ക സെല്ലേഴ്സ് നല്ല റേറ്റിന് തന്നെയാണ് കൊടുക്കുന്നത്. നമ്മൾ ഈ ഒരു സൈസ് പ്ലാന്റ് 200 റേറ്റിനാണ് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു സൈസ് പ്ലാന്റ് നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരാം. നമ്പർ ഞാൻ കൊടുത്തേക്കാം. അപ്പോൾ നമ്മുടെ കൊറിയർ അയക്കുന്നത് DTDC വഴിയായിരിക്കും കേട്ടോ. പേയ്മെൻറ്റ് വരുന്നത് ഗൂഗിൾ പേയും അക്കൗണ്ട് ട്രാൻസാക്ഷനുമാണ്. നെക്സ്റ്റ് വരുന്ന പ്ലാന്റ് ഏതാണെന്ന് നോക്കാം. നെക്സ്റ്റ് വരുന്ന പ്ലാന്റ് നമ്മുടെ ബ്ലൂബെറി എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. നല്ലൊരു ഡാർക്ക് പിങ്ക് ഷെയ്ഡ് വരുന്നൊരു വെറൈറ്റിയാണ്.
നല്ല ഭംഗിയുള്ളൊരു കളർ തന്നെയാണ് ഈ ഒരു വെറൈറ്റിക്ക്. 150 രൂപയാണ് റേറ്റ് വരുന്നത്. 150 ആണ് ഈ ഒരു സൈസ് പ്ലാന്റിന് റേറ്റ് വരുന്നത്. ഇതൊക്കെ നല്ല കളർ കയറി വരുന്ന വെറൈറ്റിയാണ്. ഇതൊക്കെ നോർമൽ വെറൈറ്റി അല്ല, ഇതൊക്കെ ഹൈബ്രിഡ് വെറൈറ്റി തന്നെയാണ്. ഈ ഒരു സൈസ് പ്ലാന്റ് ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത്. അതും നല്ല തിക്കായിട്ട് ഫ്ലവർ വരുന്നുണ്ട്. ഡാർക്ക് ഗ്രീൻ ഷെയ്ഡ് ലീഫും അതുപോലെ നല്ലൊരു മജന്ത കളറുമാണ് വരുന്നത്. നെക്സ്റ്റ് വരുന്നത് സിൽവർ ഷെയ്ഡ് വരുന്നൊരു വെറൈറ്റിയാണ്. നമ്മുടെ സിൽവർ ക്യൂൺ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. ഇതിൻ്റെ ഫ്ലവറൊക്കെ കൊഴിഞ്ഞു പോയിട്ടുണ്ട്. നമുക്ക് ആ ഒരു സ്റ്റെമ്മിൽ കണ്ടാൽ അറിയാൻ പറ്റും. ഫ്ലവറൊക്കെ കൊഴിഞ്ഞു പോയിട്ട് പുതിയ ഫ്ലവർ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു സൈസ് പ്ലാന്റാണ് നമ്മൾ കൊടുക്കുന്നത്. ഈ ഒരു സൈസ് പ്ലാന്റിന് 450 ആണ് റേറ്റ് വരുന്നത്. 450 രൂപയാണ് റേറ്റ് വരുന്നത്. ഇത് ഈ ഒരു ഷെയ്ഡിൽ ഒരു പിങ്ക് ഫ്ലവറിൽ ഒരു പിങ്ക് ഷെയ്ഡും കൂടി കയറി വരും. അതും ലീഫ് കാണാൻ നല്ല ഭംഗിയുള്ള ലീഫാണ്. ബുഷായിട്ട് നിൽക്കുന്നതാണ്. നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റി തന്നെയാണ്. 450 ആണ് റേറ്റ് വരുന്നത്. നെക്സ്റ്റ് വരുന്ന പ്ലാന്റ് ഏതാണെന്ന് നോക്കാം. നെക്സ്റ്റ് വരുന്നത് പൂനെ വൈറ്റിൻ്റെ പ്ലാന്റാണ്. പൂനെ വൈറ്റിൻ്റെ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റാണ് നമ്മളിപ്പോൾ സെയിലിനായിട്ട് റെഡിയാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ പൂനെ വൈറ്റിൻ്റെ പ്ലാന്റിന് ഫ്ലവർ നല്ല വലിപ്പമുള്ള ഫ്ലവറായിരിക്കും. ലീഫും നല്ല ഭംഗിയാണ്. ശരിക്കും ബൊക്ക പോലെ ഇങ്ങനെ നന്നായിട്ട് ഹാങ് ചെയ്ത് കിടക്കുന്ന ഒരു വെറൈറ്റിയാണ് ഈ പൂനെ വൈറ്റ് എന്ന് പറഞ്ഞ വെറൈറ്റി. നമുക്ക് ഹാങ്ങിങ് ബോട്ടിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു വെറൈറ്റി തന്നെയാണ് പൂനെ വൈറ്റിൻ്റെ പ്ലാന്റ്. 200 ആണ് ഈ ഒരു വെറൈറ്റിക്ക് റേറ്റ് വരുന്നത്. 200 രൂപയാണ് റേറ്റ് വരുന്നത്. ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരാം. ഇതൊക്കെ നമുക്ക് സ്റ്റോക്ക് കുറവാണ്, അപ്പോൾ വേണ്ടവർ മെസ്സേജ് അയയ്ക്കാം. നെക്സ്റ്റ് വരുന്നത് ഈ ഒരു വെറൈറ്റിയാണ്. ഇത് നമ്മുടെ സിംഗപ്പൂർ പിങ്ക് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. മറ്റേത് ഡാർക്ക് പിങ്ക് ആണെങ്കിൽ ഇതൊരു ലൈറ്റ് പിങ്ക് ഷെയ്ഡാണ് വരുന്നത്. അതും ലീഫ് നല്ല തിക്കായിട്ട് നന്നായിട്ട് ലീഫും ഉണ്ടാവും. അതിൻ്റെ ഇടയ്ക്ക് നന്നായിട്ട് തിക്കായിട്ട് ഫ്ലവറും വരുന്ന ഒരു വെറൈറ്റി തന്നെയാണ്. ഈ ഒരു വെറൈറ്റിക്ക് റേറ്റ് വരുന്നത് 250 ആണ്. 250 രൂപയാണ്. പല സൈസിലുണ്ട് പ്ലാന്റ്. ഇത് കുറച്ചും കൂടി ഫ്ലവർ ഉണ്ട്, നല്ല ബുഷായിട്ട് നിൽക്കുന്നുണ്ട് ഫ്ലവർ. അപ്പോൾ 250 ആണ് റേറ്റ് വരുന്നത്. നെക്സ്റ്റ് വരുന്ന വെറൈറ്റി ഏതാണെന്ന് നോക്കാം. നെക്സ്റ്റ് വരുന്നത് വയലറ്റ് എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ്. SP വയലറ്റ് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. നല്ലൊരു ലൈറ്റ് വയലറ്റ് ഷെയ്ഡും അതുപോലെ തന്നെ തിക്കായിട്ട് ഫ്ലവർ വരുന്ന ഒരു വെറൈറ്റിയാണ്. നമ്മുടെ പൂനെ വൈറ്റ് പോലെ തന്നെ നല്ല തിക്കായിട്ട് ഫ്ലവർ വരും. 200 ആണ് റേറ്റ് വരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വെറൈറ്റീസ്. അപ്പോൾ ഏതെങ്കിലും പ്ലാൻസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരാം. ഓർഡർ കൺഫേം ആണെങ്കിൽ ഞാൻ പേയ്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസ് തരുമ്പോൾ പേയ്മെൻറ്റ് ചെയ്തിട്ട് പേയ്മെൻറ്റിൻ്റെ സ്ക്രീൻഷോട്ടും അതുപോലെ തന്നെ നിങ്ങളുടെ ഫുൾ അഡ്രസ്സും ഫോൺ നമ്പറും അയച്ചു തരാൻ ശ്രമിക്കുക. നമ്മൾ പ്ലാൻസ് ഹോൾഡ് ചെയ്ത് വെക്കില്ല. കാരണം ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് സ്റ്റോക്ക് ഔട്ട് ആയി പോയിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ അടുത്ത് കുറച്ച് വെറൈറ്റി ഇനി വരാനുണ്ട്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ അതിൻ്റെ വെറൈറ്റിയും കൂടി കാണിക്കുന്നതായിരിക്കും. അപ്പോൾ നെക്സ്റ്റ് വീക്കിലായിരിക്കും നെക്സ്റ്റ് വീഡിയോ വരുന്നത്. അപ്പോൾ ഈ പ്ലാൻസിൽ ഏതെങ്കിലും പ്ലാൻസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരാം. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ കാര്യങ്ങൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. കൊറിയർ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ എന്നെ ഇൻഫോം ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതുവരെ വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും താങ്ക് യു.